ഇതാണ് കടല്. നമ്മളെ മെയിൻ കടലിന്റെ കൈ മാറ്റി നീണ്ട കിടക്കാണ് നിവർന്ന്. ഏതാണ് ഈ കടലിന്റെ പേര്? ഞാൻ കോവളത്ത് പോയിട്ടാണ്. ആ വെള്ളം ഇങ്ങോട്ടേക്ക് ഭയങ്കര തിരയുണ്ടെന്നാ പറയണ, ഭയങ്കര തിരയാന്നാ പറയണ. ഇത് കേറി കിടക്ക കായലെന്നാ പറഞ്ഞത്. ശരി, കടല് ശരിക്കും പറഞ്ഞ കടലും കായലും ഒന്നിക്കുന്ന ഇതുണ്ട്. ഇതന്നെ ഇപ്പുറം കായലുമാണ്. അതുകൊണ്ട് രണ്ടും കൂടി കൺഫ്യൂഷൻ ആയിട്ടാണ് ഒന്നും തോന്നരുത്. നമ്മൾ ഇത് ഒരു പള്ളി ഉണ്ട് ഇതിനടുത്ത് തന്നെ. നമ്മൾ അവിടെയാണ് കടല്. നമ്മൾ അങ്ങോട്ടേക്ക് നടക്കും അല്ലേ അച്ചു? ഹെൽമെറ്റ് വെക്കണല്ലോ. എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് ഇറക്കി വിടത്തില്ലെന്ന് തോന്നുന്നു. കാരണം കടൽ കയറി കിടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം കടൽ കയറി കിടക്കുമല്ലയോ, സീനാട്ടോ. കയറി കിടക്കുവാ. അപ്പുറം സൈഡിൽ കൂടെ കയറാൻ പറ്റും നമുക്ക് പോകാം. പക്ഷെ ഒത്തിരി ദൂരെ പോണം. അവിടെ പണികളൊക്കെ നടക്കും കണ്ടോ. അയ്യോ ആ അതെ, നോക്ക് നോക്ക് നോക്ക്. കണ്ടോ ഗൈസ്, ഇത്രയും കാരണം ഇതിന് ഇത്ര താഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ തോന്നണില്ല. കേറി വരാൻ പാടാ. എങ്ങാനും നല്ല വന്നാലേ കണ്ടോ സൺസെറ്റ് കാണാം ഇവിടെ നിന്നാ. എന്ത് ശരി, നമ്മള് നടന്നു. ഇല്ല, ഞാൻ ഇവിടെ നിൽക്കുള്ളൂ. കാരണം അച്ഛനും ആരോഗ്യമില്ല. എന്നെ പിടിക്കാൻ അച്ഛനും പോലും ആരോഗ്യമില്ല. ഇല്ല ഇപ്പില്ല ഞാനിപ്പില്ല. കാത്തിരിക്കുകയാണ് ഗൈസ്. നമ്മള് ഇത് വരുന്നില്ല, നമ്മുടെ കാല് വന്ന് തട്ടാൻ. പേരെഴുത് അച്ഛൻ പേരെഴുതാൻ പോവുകയാണ് ഗൈസ്. ഇനി വന്ന് അടിക്കുമോ നോക്കാലോ നമുക്ക്. ഇത് ഇങ്ങനെ വരുമോ നോക്കിപ്പം എഴുതി അച്ചു. ഇത് വന്ന് മായ്ക്കോ നോക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ പേരെഴുതി കാത്തിരിക്കുകയാണ് ഗൈസ്. എങ്ങാനും അതൊന്ന് മായ്ക്കോ നമുക്ക് നോക്കാം. കണ്ടോ, നല്ല തിരയൊന്നും വരുന്നില്ല. വന്നാ എടുത്തോണ്ട് പോവും. ആള് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കൊറേ നേരം. ആ സൺസെറ്റ് വരെ തീരുന്നത് ഈ സാധനം എടുത്തോണ്ട് പോവും. നോക്കാം, ഇതേ വരണ്ടോ. ഓ വരുന്നുണ്ട് മായിച്ചു ഗൈസ്. ഓയ് ഓയ് പിടിച്ചു നില്ല കേട്ടോ. കണ്ടോ, ഇപ്പൊ ഓൾമോസ്റ്റ് ഇരുട്ടി. ഓൾറെഡി നമ്മുടെ സൂര്യൻ താഴ്ന്നു പോയി ഗൈസ്. അപ്പൊ ഇനി നമ്മൾ തോനെ ഇതേ കാലിൽ ഇവിടെ വരെ നിറഞ്ഞു. ഇതേ കണ്ടോ, മൊത്തം വന്ന് സീനായി. ഇനിയൊന്നുമില്ല. ഇനി നമുക്ക് വീട്ടിൽ പോണം. പക്ഷെ അച്ചു പറയുന്നത് അച്ഛനിവിടെ സ്ഥിരതാമസമാക്കണം എന്നാണ്. പക്ഷെ സ്ഥിരതാമസമാക്കിയത് എന്താ, അതൊക്കെ എടുത്തോണ്ട് പോകും. ഞാൻ എന്റെ വഴിക്കും പോകും കേട്ടോ. വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ആരൊന്നും പറയണേ. ഞാൻ വെച്ച് പോലീസൊക്കെ വന്ന് കേറി ഇവിടെ നിക്കാൻ പറ്റില്ല എന്നൊക്കെ ഡയലോഗ് അടിക്കുന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഇതിലായിട്ടും. ഇനി എപ്പോഴാ നടക്കണേ അറിയില്ല. വന്നപ്പോ തന്നെ നമ്മള് വീട്ടിലോട്ട് പോകുന്നതായിരിക്കും ഗൈസ്. അത് പേടിക്കണ്ട. പിന്നെ അച്ഛൻ്റെ വീടിൽ നിന്ന് ഇവിടം വരെ അത്ര വലിയ ദൂരമൊന്നുമില്ല. ഒരു 15-10 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. അതിനിടയ്ക്ക് എത്തും, അത്രേ ഉള്ളൂ.
അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടി എൻജോയ് ചെയ്യട്ടെ ഗൈസ്. കണ്ടതേ വരുന്നുണ്ട്, നല്ല തിര ഉണ്ട് വരുന്നത്. ഗൈസ് നമ്മുടെ കടലിന്റെ അതൊക്കെ പോട്ടെ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ചുറ്റും മീൻ പിടിക്കും. നമുക്ക് പോകാം, കഴിഞ്ഞ് പോവാം. നടക്കണ ഗൈസ് തിരിച്ചിടാൻ പറ്റില്ല. നമ്മളിപ്പോൾ എവിടെയാന്നല്ലേ? ട്രിവാൻഡ്രം ലുലു മോൾ, ഹൈപ്പർ മാർക്കറ്റ്. ഗൈസ് കണ്ടോ ഗൈസ്, ഇവിടുത്തെ വണ്ടി ഇങ്ങനെയാണ്. നമ്മുടെ വണ്ടി വേറെ ടൈപ്പായിരുന്നു, മീൻസ് നമ്മുടെ കൊച്ചിയിലെ വണ്ടി കേട്ടോ ഗൈസ്. ഇതിന്റെ മേളിലൊക്കെ കയറണം. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരണത് ഗൈസ്. ഉണ്ട് ഗൈസ്, കണ്ടോ നമ്മളിങ്ങനെ നടന്ന് ഗൈസ് മോളിൽ പോണം എലിവേറ്ററിൽ. അവിടെ KFC സെയിം തന്നെയാണ്, പക്ഷേ ഇവിടുത്തെ എലിവേറ്റർ ഉണ്ട് ഞങ്ങളുടെ അവിടെ മിഡിലായിട്ടാണ്. ഇതൊരുമാതിരി കോണായിട്ട് സൈഡായിട്ട്, എന്നാലും കൊള്ളാം. സ്ട്രോബെറി കേട്ടോ. ഓക്കെ നമ്മൾ KFCന്ന് ഫുഡ് വാങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. ഇന്ന് ബർഗർ വാങ്ങിച്ചു, 2 ബർഗറും 2 പെപ്സിയും. ഇത് ഏതാണ്? ഇന്ത്യൻ തന്തൂരി. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതെ തന്തൂരി ക്ലാസിക്. അപ്പൊ എഴുതിയിട്ടുണ്ട്. പിന്നെ ചീസൊക്കെ ഇട്ടിട്ടെന്നാ പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഈ ചീസ് ഇട്ടിട്ടുണ്ട് ഇത് അല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. ഇപ്പൊ തന്നെ ഇത് വാങ്ങിച്ചപ്പോ തന്നെ 600 രൂപ പോയി. സീനാട്ടെടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. നമ്മൾ ഫണ്ടൂര എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ പ്ലേ ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്ത് എത്തിയൊക്കെയാണ്. ഇത് ഇങ്ങോട്ടാ പോണേ? അങ്ങോട്ട്. പിന്നെ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ ഇങ്ങോട്ട്. എനിക്ക് എൻ്റെ വെച്ച് പറയുമ്പോൾ ട്രിവാൻഡ്രം ഇവിടുത്തെ ഇതൊക്കെ കൊള്ളാം. ഇനി എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ അവിടുത്തെ കണ്ടു മടുത്തോണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടുത്തെ പറ്റി ഇങ്ങനെ പൊക്കി പറയണത്. ഐ ഡോണ്ട് നോ. അടുത്ത സെക്ഷൻ ഗൈസ് ഉണ്ട് പിള്ളേർക്ക് മാത്രമായിട്ട്. ഇങ്ങനെയൊന്നും നമ്മുടെ ലുലുമാളില്ല കേട്ടോ. ഇതൊക്കെ പിള്ളേരെയാണ് ഗൈസ്, നമുക്ക് വലിയവരെ പോയി കാണാം. അപ്പൊ ഗൈസ് നമ്മളിപ്പം ഒരു സീറ്റിൽ വന്നിരുന്നു. ഇപ്പൊ നോക്ക്, ഇവിടെ മറ്റേ നമ്മുടെ ലുലുമാൾ കൊച്ചിയിലുണ്ട് ഇതേപോലെ സിനിമ. പക്ഷെ എനിക്കിവിടെ എന്തോ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ഗൈസ് കൊച്ചിയിലത് ഇവിടത്തേക്കൊക്കെ മീൻസ് കൊച്ചി ആദ്യമേ പെടുന്നതാണല്ലോ. ഇതെന്ന് പറയുന്നത് വെറൈറ്റി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഏരിയ ഉണ്ട്. കുറച്ച് ഇവിടെ കുറേ ഏരിയ ഉണ്ട്. ഇനി അങ്ങോട്ടേക്ക് കാണിച്ചിട്ട് വെച്ച് അങ്ങോട്ടേക്ക് ഇനി വലിയ ആൾക്കാർ ഇനി ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെയും നമ്മുടെ കൊച്ചിയിലെയും കൂടി ഡിഫറൻസ് കൂടി ഇരിക്കുന്നു ഹൈപ്പർ മാർക്കറ്റിൽ. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റുഡിയോയിൽ പോയായിരുന്നു ഓൾറെഡി. അത് നിങ്ങൾ ഇട്ടിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ ഓൾറെഡി പോയായിരുന്നു. അവിടെ സെയിം തന്നെ ഞാൻ വെച്ച് ലിപ്സ്റ്റിക് കളക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോയത്. നെയിൽ പെയിൻറ്റ്, നെയിൽ ഇതൊക്കെ ചെയ്യാനാണ്. അപ്പോൾ അതൊന്നുമില്ല. ആകെ സ്പ്രേയുടെ ബോട്ടിൽസ് അറിയാമല്ലോ, 99 രൂപീസിൻ്റെ. പിന്നെ കുറേ ടോപ്സ് അങ്ങനെ. അപ്പം ഇതിനേക്കാട്ടില്ല ബാംഗ്ലൂരിൽ ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ചിപ്പം ഉണ്ടായതുകൊണ്ട് ഇപ്പം നിൽക്കാനെങ്കിലും നമുക്ക് വരാൻ പറ്റില്ല. ആര് കൊണ്ടുവരാം മീൻസ് ഞങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ ലുലുവിൽ ആദ്യമായിട്ടാണ്. സൂയിൽ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരാം. അതാദ്യമായിട്ടാണ്. കൊള്ളാം ഇവിടെ
ആ ഇത് നല്ലതാണല്ലോ ഈ ആയുർവേദിക്കിന്റെ. എനിക്ക് അച്ചുവിന്റെ, ഇത് അച്ചുവിന്റെ തന്നെയാണോ കറക്റ്റ്? അയ്യോ തന്നെ ഞാൻ പോയി തിരക്കേടില്ലാത്ത സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചു ജയിസ് കണ്ട നേരെ ഇത്രയും വൈകി. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഉച്ചയിലൊക്കെ വാങ്ങിച്ചു ഗൈസ്. അപ്പം അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ലോഗായിട്ട് ഞാൻ വീണ്ടും വരികയായിരിക്കും. ബൈ.